എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. എന്നും മാറ്റമില്ലാത്ത ദൈവം. ആ സ്നേഹത്തിന് മാറ്റമില്ല, ആ കരുതലിന് മാറ്റമില്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല, ദൈവത്തിൻ്റെ ദാനങ്ങൾക്കും നന്മകൾക്കും പരിപാലനങ്ങൾക്കും ഒരിക്കലും മാറ്റമില്ല. ബൈബിളിൽ ഇങ്ങനെയാ പറയുന്നത്, യഹോവയാകുന്ന ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. ഞാനും നിങ്ങളും തകർന്നു പോകാതിരുന്നത്, വീണു പോകാതിരുന്നത്, ശത്രുക്കൾ പരാജയപ്പെടുത്തുവാനും പിശാച് നമ്മളെ തീർത്തു കളയാനും മനുഷ്യനും വ്യക്തിത്വങ്ങളും ഒക്കെ വിരോധമായി എഴുന്നേറ്റ് നിൽക്കുമ്പോഴും ഇന്നും നാം നിൽക്കുകയല്ല. ഈ നല്ലവനായ ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ്. നാം ഒന്നും നേടിയതല്ല, ഈ നല്ലവനായ ദൈവം സകലതും നമുക്ക് നൽകിയവനാണ്. മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് ചെയ്തില്ലെങ്കിലും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതേ ചെയ്യത്തുള്ളൂ. പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയ്ക്കായി ചെയ്തതും ദൈവം നന്മയ്ക്കാക്കി മാറ്റും. ഇത് പറയുമ്പോൾ എൻ്റെ ആത്മാവിൽ എനിക്കറിയാം, ഞാനിതൊരു വ്യക്തിയോട് ഒരു ദൈവാലോചന അറിയിക്കുന്നത്. പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയ്ക്കായി ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നിയതും തോന്നിക്കൊണ്ടിരിക്കുന്നതും ദൈവം നന്മയ്ക്കാക്കി മാറ്റും. കാരണം യേശു എന്നും എപ്പോഴും വിശ്വസ്തനാണ്. അവൻ നല്ലവനായ ദൈവമാണ്. അന്ധനെ കാണുമ്പോൾ അവൻ മനസ്സലിഞ്ഞ് കാഴ്ച കൊടുക്കുന്നു. ചെകിടനെ കാണുമ്പോൾ അവൻ മനസ്സലിഞ്ഞ് കേൾവി കൊടുക്കുന്നു. കുഷ്ഠരോഗി യേശുവിനോട് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാം. ഒരിക്കലും ആ കുഷ്ഠരോഗി പ്രതീക്ഷിക്കുന്നില്ല കർത്താവ് കൈ നീട്ടി അവനെ തൊടുമെന്ന്. എന്നാൽ പല രോഗികളെയും വാക്കുകളാലും നോട്ടത്താലും ശബ്ദത്താലും ഒക്കെ സൗഖ്യമാക്കിയ ക്രിസ്തു അവൻ്റെ മേളിൽ കൈവച്ച് കുഷ്ഠരോഗിയെ തൊട്ട് മനസ്സുണ്ട് സൗഖ്യമാക എന്ന് പറഞ്ഞു. എല്ലാ കാലത്തും എല്ലാ നേരത്തും എല്ലാ സമയത്തും എല്ലാ സാഹചര്യത്തിലും എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ആ വിശ്വസ്തത ഒരിക്കലും മാറുന്നില്ല പ്രിയപ്പെട്ടവരെ. സാഹചര്യങ്ങൾ മാറിയേക്കാം, വ്യക്തികൾ മാറിയേക്കാം, അനുഭവങ്ങൾ മാറിയേക്കാം, കാലാവസ്ഥകൾ മാറിയേക്കാം, ആകാശവും ഭൂമിയും മാറിയാലും ദൈവം മാറുന്നില്ല. അവൻ്റെ സ്നേഹം മാറുന്നില്ല. അവൻ്റെ കരുതലുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ ദൈവം ഇന്നും വാക്ക് മാറിയിട്ടില്ല. നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നാം ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഏതൊരു കാര്യവും നിങ്ങൾ എടുത്തു നോക്കിയേ, മാറ്റമില്ലാത്തവനായ ദൈവം, മാറാത്തവനായ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സ് തളരുമ്പോൾ കർത്താവ് കൂടെയില്ലേ? നിങ്ങൾ രോഗിയായിരുന്നപ്പോൾ അവൻ കൂടെ ഇല്ലായിരുന്നോ? നിങ്ങൾക്കൊരു സാമ്പത്തിക വിഷയം വന്നപ്പോൾ അവൻ കൂടെ ഇല്ലായിരുന്നോ? നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോൾ അവൻ കൂടെ ഇല്ലായിരുന്നോ? മുൻകഴിഞ്ഞ വർഷങ്ങൾ നോക്കി, അവിടെയെല്ലാം യേശു നല്ലവനായിരുന്നു. ഇന്നലെയും ഇന്നും എന്നും കൂടെ ഇരുന്നവനായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും ഹിസ് പ്രസൻസ് ഈസ് വിത്ത് യു.